ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നുള്ളത് നമ്മുടെ ഒബ്രോൺ മോളിലാണ്, പാലാരിവട്ടത്തുള്ള. കുറേ നാളായി അമ്മിയെ പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോയിട്ട്. അവൾ ആകെപ്പാട് പുറത്തിറങ്ങുന്നത് ഡോക്ടർ വിസിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ വിസിറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചായിരുന്നു പാർക്കിൽ എവിടെയെങ്കിലും കൊണ്ട് കുറച്ച് സമയം കളിപ്പിക്കണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ മഴയായതുകൊണ്ട് ഒബ്രോൺ മോളിൽ ഫൺ സോണിൽ വരാമെന്നും പറഞ്ഞാണ് വന്നത്. കഷ്ടപ്പെട്ട് ഫൺ സോണിൻ്റെ കാർഡൊക്കെ തിരഞ്ഞു പിടിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഫൺ സോണൊക്കെ അപ്പാടെ എടുത്ത് മാറ്റി ഇവിടെ വേറെ കിഡ്സ് പ്ലേ ഏരിയ വന്നിട്ടുണ്ടെന്നുള്ളത്. സിം ആൻഡ് സാംസ് പാർട്ടി ആൻഡ് പ്ലേ ടൗൺ എന്നാണ് അതിൻ്റെ പേര്, പുതിയ പ്ലേ ഏരിയയുടെ പേര്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നേരത്തെ ഫൺ സോണിലുണ്ടായിരുന്നേക്കാൾ കൂടുതൽ കിഡ്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എന്തായാലും ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും കുട്ടിമാമ ഞഞ്ഞെട്ടിമാമ എന്നുള്ള ഒരു ഇതായിരുന്നു അമ്മിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അമ്മി ടോഡ്ലർ ആയതുകൊണ്ട് ടോഡ്ലേഴ്സിൻ്റെ കൂടെ ഒരു പാരൻ്റ് എൻട്രി ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ കിഡ്സിനും ആസ് വെൽ ആസ് പേരൻറ്റിനും സോക്സ് നിർബന്ധമാണ്. സോ ഞങ്ങളിൽ സോക്സ് ഉണ്ടായിരുന്ന പേരൻ്റ് കണ്ണേട്ടനായതുകൊണ്ട് കണ്ണേട്ടൻ കയറി. അതല്ലാതെ സോക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അവിടെ നിന്ന് വാങ്ങിക്കാം. അവരവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് സോക്സ്. ടോഡ്ലേഴ്സിന് 1 hour പ്ലേ ടൈമിന് 350 റുപ്പീസാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ പോസ്റ്റാണ് എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇവിടെയൊക്കെ കറങ്ങി നടന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു ഡെക്കറൊക്കെ മോളിൽ ഒരു റെയിൻബോയും കുറേ അംബ്രല്ലാസും ഒക്കെ ആയിട്ടൊരു ഡെക്കറാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന പ്ലേ ഏരിയ ഈ ബോൾസിൻ്റെ ഒരു പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അതിൽ കളിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. ഇതിനോട്ട് പാരൻസ് എൻട്രി ഇല്ല കേട്ടോ. അവരുടെ ഒരു സ്റ്റാഫുണ്ട് കൊച്ചുങ്ങളെയൊക്കെ ശ്രദ്ധിക്കാനും ഇവർ ബോൾസിൻ്റെ ഇടയിലൊക്കെ വീണ് പോവുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ ഒരു സ്റ്റാഫുണ്ട്. അതല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് പാരൻസിനൊന്നും എൻട്രി ഇല്ല. ഞാൻ ആക്ച്വലി കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് മാറിയിരുന്നായിരുന്നു കുറച്ച് സമയം. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്, പിള്ളേരെല്ലാം കളിക്കുന്ന കാണുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഞാനും വന്ന് നോക്കി നിന്ന് സമയം പോയതറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ടോഡ്ലർ കാറ്റഗറിയിലുള്ള കേട്ടോ പാരൻസിന് ഫീസ് ഇല്ലാത്തത്. അല്ലാതെ പാരൻ്റ് എൻട്രിക്ക് സെപ്പറേറ്റ് ഫീ ഉണ്ട്. അമ്മിയുടെ ലോകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളാരും പറഞ്ഞു കൊടുത്ത് കളിക്കുന്നതല്ലല്ലോ ഈ ഗെയിംസൊക്കെ. അപ്പോൾ അവളുടെ ലോകത്ത് ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു സമയം കൊടുക്കണം, സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ. ചില സമയത്ത് ഞാനങ്ങ് കണ്ണടച്ചിരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ വെള്ളത്തിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുമ്പോഴൊക്കെ ഞാൻ ചില സമയത്ത് അതൊക്കെ അങ്ങ് അനുവദിച്ച് കൊടുക്കാറുണ്ട് മനഃപൂർവ്വം. കാരണം അതുമൊക്കെ അറിഞ്ഞ് വളരട്ടെ എന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉറുമ്പ് കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ശരിക്കും അതും അറിയണമല്ലോ പിള്ളേർ. നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. നമുക്കിങ്ങനത്തെ ഇൻഡോർ പ്ലേ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ പരമാവധി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാറുണ്ട്. മഴ പെയ്യുമ്പോഴൊക്കെ മഴയത്തൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കാറൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ മഞ്ഞും മഴയും വെയിലൊന്നും കൊള്ളിക്കാതെ കൊണ്ട് നടന്നിട്ടേ കുറച്ച് കഴിയുമ്പം ഒന്ന് വലുതായി കഴിയുമ്പോൾ കുറച്ച് നേരം വെയിലടിച്ച് കഴിഞ്ഞാൽ തലകറങ്ങി വീഴുക, അല്ലെങ്കിൽ ഒരു പൊടിമഴ നനഞ്ഞാൽ പനി വരിക, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടിരിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് കേട്ടോ. ടോഡ്ലർ എൻട്രിക്ക് 350 റുപ്പീസാണ്, പാരൻ്റ് എൻട്രി ഫ്രീ ആണ്. പിന്നെ ഓരോ കാറ്റഗറി ഉണ്ട്. പ്ലേ ടൈം അനുസരിച്ച് ഇങ്ങനെ പ്രൈസ് മാറി വരും. അല്ലാതെ പാരൻ്റ് എൻട്രിക്ക് 199, അതായത് 200 റുപ്പീസ് എക്സ്ട്രാ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഏരിയ ഉണ്ട്. നമുക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്കതവിടെ കണ്ടക്ട് ചെയ്യാം. ഏതായാലും 1 മണിക്കൂർ കണ്ണേട്ടൻ അതിനകത്ത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ പുറത്തു നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവാണ്.
അങ്ങനെ അമ്മയുടെ 1 മണിക്കൂറത്തെ എൻ്റർടൈൻമെൻറ്റ് അവിടെ കഴിഞ്ഞു. അപ്പം ആ മുഖം കണ്ടോ, ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഒരു കണക്കിന് പൊക്കി എടുത്തുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ അമ്മയുടെ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഫുഡ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ട് ലക്ഷ്യമാക്കി പോയതാണ്. അപ്പോഴാണ് അവിടെ ഐസ്ക്രീം വെൻഡിങ് മെഷീൻ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറും ടോപ്പിങ്സും ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഐസ്ക്രീം വരുന്നത് കാണാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിംഗ് കാരമൽ സിറപ്പും ഓറിയോ കുക്കീസുമാണ്. കാരണം അവർ സജസ്റ്റ് ചെയ്തതാണ്. അവർ പറയും ഏതൊക്കെ ടോപ്പിങ്സ് ആണ് നല്ലതെന്ന് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. വേറെ ജെംസ്, പിന്നെ സ്പ്രിങ്കിൾസ്, സ്ട്രോബെറി സിറപ്പ്, അങ്ങനെ വേറെയും ടോപ്പിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. Thank you. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു വൈബായി. അന്നേരം നമ്മൾ ഇതേ പുറത്തോട്ട് ഇറങ്ങുവാണ്. അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഒബ്രോൺ മോൾ 2.0 ഈസ് ലോഡിങ്, വി ആർ അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് എഴുതി വെച്ചേക്കുന്നത്. വളരെ നല്ല കാര്യം. ഒബ്രോൺ മോൾ ആകപ്പാടെ പോയി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ റെനോവേഷനൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോപ്പ് സ്റ്റിക്സിലാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു തായ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യായിരുന്നു. തായ് ഫ്രൈഡ് റൈസും നോർമൽ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആയിരുന്നു നമ്മൾ കഴിച്ചത്. അങ്ങനെ മൃഷ്ടാന ഭോജനമൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുവരെ കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.